പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ ആശംസകൾ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഈസ്റ്റർ കടന്നു വന്നിരിക്കുകയാണ്. മരണത്തെ ജയിച്ച് പുതുജീവൻ ഈ ലോകത്തിന് പ്രദാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമുക്ക് ഈസ്റ്ററിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വെറും ഒരു ദിവസത്തെ സംഭവമായിട്ട് നാം കാണുക പ്രയാസമാണ്. ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചത്തെ നിരവധി സംഭവങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിലാണ് ഉയർപ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അന്നുവരെയും ലോകത്തിനറിയാത്ത ഒരു പുതിയ ലോകത്തെ യേശു തൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാരണത്തിലൂടെയും കാണിച്ചു കൊടുക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ച സംഭവബഹുലമായിരുന്നു. പലതും അന്നവിടെ സംഭവിച്ചു. ചതിയുടെയും വഞ്ചനയുടെയും പകയുടെയും പരിഹാസത്തിൻ്റെയും തുപ്പലിൻ്റെയും ചാട്ടവാറടിയുടെയും വിവിധ തരത്തിലുള്ള പീഡനങ്ങളുടെയും എല്ലാം സന്ദർഭങ്ങൾ ഈ ആഴ്ചയിലുണ്ടായിരുന്നു. അവയെല്ലാം നിർമ്മലതയോടുകൂടി സഹിച്ച് പുനരുദ്ധാനത്തിലേക്ക് നടന്നെടുത്ത യേശുവിനെ നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. ഈ സന്ദർഭങ്ങൾ ഒന്നല്ലെങ്കിൽ വേറൊന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അതിൻ്റെ വേദന എന്താണ്, അതിൻ്റെ ആഴം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്ക് മുന്നേ നടന്ന യേശു അവയെല്ലാം മറികടന്ന് മരണത്തെ പോലും തോൽപ്പിച്ച് അതിനപ്പുറമുള്ള ജീവനെ നമുക്ക് കാണിച്ചു തന്നു. ആ വ്യക്തിയുടെ ജീവിതമാണ് ഈസ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നുവരെയും ക്രൂശിനെ വിജയത്തിൻ്റെ ചിഹ്നമായിട്ട് അധികാരികൾ കണക്കാക്കിയിരുന്നു. അധികാരികൾ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും തച്ചുടയ്ക്കുന്നതിന് വിജയകരമായി ഉപയോഗിച്ചു വന്ന ഒന്നായിരുന്നു ക്രൂശ്. ക്രൂശ് ആദ്യമായിട്ട് യേശുവിന് മുന്നിൽ പരാജയപ്പെടുകയാണ്. അതുവരെയും ക്രൂശ് എന്ന് പറയുന്നത് മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും പ്രത്യാശയില്ലായ്മയുടെയും ചിഹ്നമായിരുന്നു. എന്നാൽ യേശു ആ ക്രൂശിൽ കയറിയതോടുകൂടി ക്രൂശിൻ്റെ സ്വഭാവത്തിന് ആകമാനമായി മാറ്റമുണ്ടാകുന്നു. പിന്നീട് നാം കാണുന്ന ക്രൂശ് ദൈവസ്നേഹത്തിൻ്റെ ക്രൂശാണ്, രക്ഷയുടെ ചിഹ്നമാണ്, ജീവൻ്റെ അടയാളമാണ്. അതാണ് യേശു കയറിയ കുരിശ്. ഈസ്റ്റർ എന്ന് പറയുന്നത് ജീവൻ്റെ ആഘോഷമാണ്. ക്രൂശ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതും ഈ ജീവൻ്റെ ആഘോഷത്തെയാണ്. ക്രൂശ് മരണം വരിച്ച യേശു പുനരുദ്ധാനത്തിലൂടെ യഥാർത്ഥ ജീവൻ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അവസാനം മരണമാണെങ്കിലും അതിനപ്പുറം ഒരു തുടർ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന പ്രത്യാശയാണ് ഈസ്റ്ററിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈസ്റ്റർ നമുക്ക് നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത് മരണത്തിനപ്പുറമുള്ള സമാധാനവും ശാന്തതയും സമത്വവുമുള്ള ആ ലോകം മരണത്തിനിപ്പുറവും സ്ഥാപിക്കപ്പെടുന്നതിന് നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്.
അതാണ് ഈസ്റ്റർ നൽകുന്ന ആഹ്വാനം. നാം ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും സമാധാനവും ശാന്തിയും സമത്വവും ന്യായവും നീതിയും ഈ ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ദൈവത്തോടു കൂടെ പ്രവർത്തിക്കാനുള്ള ഒരവസരമാണ്, ഒരാഹ്വാനമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. ക്രൂശിൻ്റെ സ്വഭാവത്തെ യേശു കയറിയതോടുകൂടി മാറ്റം വന്നതുപോലെ യേശു നമ്മോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. നമ്മിലൂടെ നാം ആയിരിക്കുന്ന സമൂഹത്തിനും മാറ്റമുണ്ടാകും. അതാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം. യേശുവുള്ള ജീവിതം നയിക്കാൻ, പുനരുദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന യേശുവുള്ള സമൂഹമായി മാറാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നു. ഈസ്റ്ററിൻ്റെ പ്രത്യാശ അതാണ്. അത് പൂർണ്ണ ഹൃദയത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാം. യേശുവുള്ള ജീവിതം നയിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ബലം നൽകട്ടെ. എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായ സന്തോഷകരമായ യേശുവുള്ള ഒരു ഈസ്റ്റർ ആശംസിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.